പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 കൊമേഴ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ബിസിനസ് സ്റ്റഡീസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിൽ നടന്ന എക്സാമിലാണ് ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്ന വരുന്ന ഈ ഒക്ടോബറിലേക്കും 2025-26 വർഷത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5 മാർക്കിന്റെ ഒരു വീഡിയോ അവതരിപ്പിച്ചു, 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ അവതരിപ്പിച്ചു. ഇന്ന് നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസ് സിലബസ് കംപ്ലീറ്റ് മാറ്റുന്നുണ്ട്. 4 വിഷയങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിലബസ് പുസ്തകം തന്നെ മാറ്റി വന്നിട്ടുണ്ട്. അതിൽ പെട്ട പേപ്പർ അത് ബിസിനസ് സ്റ്റഡീസ്, ഒന്ന് സൈക്കോളജി, ഒന്ന് ഹിന്ദി, ഒന്ന് പെയിന്റിങ്. ഇതിന്റെ വിഷയത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 2 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ അങ്ങനെ 2 വന്നിട്ടുണ്ട്. ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, ഓൾഡ് ഉണ്ട്. അപ്പൊ 2024 അതിനുശേഷമൊക്കെ അഡ്മിഷൻ എടുത്തവര് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസർ ചെയ്യാം. ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാൻ കഴിയാത്ത എക്സാം എഴുതുന്നവര്, പരീക്ഷ എഴുതുന്നവര്, അവരൊക്കെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫോളോ ചെയ്താൽ മതി. 60% മാത്രം ഈ ന്യൂ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് മൊത്തം 23 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ആ 23 ചാപ്റ്ററിൽ 60% ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി പബ്ലിക് എക്സാമിന്. അല്ലെ 23 ചാപ്റ്റർ ഫുള്ളായി പഠിക്കാനല്ല, എക്സാമിനേഷന് വരുന്ന ചാപ്റ്റർ ഏതാ നോക്കുക, അസൈൻമെന്റിലുള്ള ചാപ്റ്റർ ഏതാ നോക്കുക. ആ എക്സാമിന്റെ ചാപ്റ്റർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അത് നമ്മുടെ NISന്റെ സൈറ്റിലുണ്ട്, നമ്മുടെ ചാനലിന്റെ ക്ലാസിന്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡിലും അങ്ങനെ തന്നെയാണ്, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് 1-2 ചാപ്റ്റർ ഗൈഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇംഗ്ലീഷിൽ വന്നാൽ മലയാളത്തിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. എല്ലാ വിഷയത്തിന്റെ ഗൈഡുകൾ നമ്മളത് അവൈലബിൾ ആണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പോസ്റ്റ് വഴി സ്പീഡായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. ഓക്കെ, പരമാവധി നമ്മൾ വലിയ ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാം. ആദ്യത്തെ എല്ലാ വിഷയങ്ങളാണെങ്കിലും സെക്ഷൻ എയിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ്സ്, ഈ രീതിയിലുള്ളതാണ്. ഇത് പരമാവധി അവസാനം എഴുതുക. കാരണം അത് ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം അതിലേക്ക് ആലോചിച്ചിരിക്കുമ്പോൾ ലാസ്റ്റ് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും വേണ്ട രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സെക്ഷൻ എ പരമാവധി ലാസ്റ്റ് എഴുതുന്നതായിരിക്കും ഉത്തമ സമയം കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് പരമാവധി സെക്ഷൻ ബി, സെക്ഷൻ സിയും, ഓപ്ഷണൽ മോഡുകൾ എ, ബി എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പരമാവധി ആൻസർ ചെയ്യാം. ഇന്ന് നമ്മൾ 2024 ഏപ്രിലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ 36ാമത്തെ ഒരു ചോദ്യം ഉണ്ട്. കുറച്ച് വലിയൊരു രീതിയിൽ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതിനെ ഷോർട്ട് ആക്കിക്കാണ്. ചിലപ്പോൾ ഒരു ഉദാഹരണം, ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേരൊക്കെ തന്നിട്ട് അങ്ങനെ നീട്ടി വളച്ചിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിന്റെ അവസാനം ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. നെയിം ദ 2 കോമ്പണൻസ് ഓഫ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ് അഫക്റ്റ്. ഏതൊക്കെയാണ് 2 കോമ്പണൻസ് നോൺ എക്കണോമിക് സാമ്പത്തികേതര പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇത് 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 49ാമത്തെ പേജിൽ ഗൈഡിൽ നമുക്ക് കാണാൻ കഴിയും. പേജ് നമ്പർ 49 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാമ്പത്തികേതര പരിസ്ഥിതിയെ കുറിച്ചിട്ട് ഒരു രാഷ്ട്രീയ വ്യവസ്ഥ വരുന്നുണ്ട്, സർക്കാർ നയങ്ങൾ വരുന്നുണ്ട്, നിയമ നടപടികൾ വരുന്നുണ്ട്, സാമൂഹ്യ വ്യവസ്ഥ, ജനസംഖ്യാപരമായ ഘടകങ്ങൾ, സാങ്കേതിക വികസനം, രാജ്യത്തിന്റെ പ്രകൃതി, പരിസ്ഥിതി എന്നിവയ്ക്ക് സാമ്പത്തികേതര പരിസ്ഥിതി ഉൾപ്പെടുന്നുണ്ട്. അതിൽ 2 ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. നമുക്ക് ഇഷ്ടമുള്ള 2 പറയാലോ. ഞാൻ ഒന്ന് പറയുന്നത് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. നോൺ എക്കണോമിക്കിൽ വരുന്ന ഒന്ന് സാമൂഹിക പരിസ്ഥിതിയാണ്. ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മൂല്യങ്ങള്, വിശ്വാസങ്ങള്, ആചാരങ്ങള്, സമ്പ്രദായങ്ങൾ എന്നിവ ഒരു സാമൂഹ്യ പരിസ്ഥിതി ഉൾപ്പെടുന്നുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബാഹ്യ സാമൂഹ്യ പരിസ്ഥിതിക്കും അതിൻ്റെതായ ആന്തരിക സാമൂഹ്യ അന്തരീക്ഷത്തിനും വിധേയമാണ്. അവരുടെ ചരക്കുകളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതിൽ പരാജയപ്പെടുന്ന ബിസിനസ്സുകളും പരാജയപ്പെടും. പിന്നെ ഇത് രാഷ്ട്രീയ പരിസ്ഥിതിയാണ്. സാമ്പത്തിക തരത്തിൽ 2 എഴുതിയമായി 2 മാർക്കാണ്. ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാണ്, ഓരോ മാർക്കാണ്.
ബിസിനസിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്നത് ബിസിനസ് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ സർക്കാർ നടപടികളെയാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഘടകങ്ങൾ സാധാരണയായി നിയമപരമായി കൈകോർത്തു പോവുകയും ബിസിനസ്സുകളെ സ്വാധീനിക്കുന്ന മാർക്കറ്റ് ഇതര ശക്തികളായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി 37ാമത്തെ ചോദ്യം വരുന്നുണ്ട്. സ്റ്റേറ്റ് ടു ബെനിഫിറ്റ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള 2 ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള 2 ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ആൻസർ നമുക്ക് 12ാമത്തെ ചാപ്റ്ററിൽ കാണാം. ഗൈഡിൽ നമുക്ക് 119ാമത്തെ പേജിൽ നമുക്ക് ട്രെയിനിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അത് ഞാൻ ഗൈഡിൽ നോക്കിയിട്ടാണ് പറയുന്നത്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് ഒരു ജീവനക്കാരന്റെ അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏൽപ്പിച്ച ജോലി കാര്യക്ഷമമായി ചെയ്യാൻ ഇത് അവരെ പ്രാപ്തരാക്കുകയും പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിചാരം ഉണ്ടാക്കുക എന്നതാണ്. ഇതിന്റെ നേട്ടങ്ങൾ എന്താ വെച്ചാൽ കാര്യക്ഷമത വർദ്ധിക്കുന്നുണ്ട്, ഉൽപാദനക്ഷമത കൂട്ടുന്നുണ്ട്, ഭാവി മാനേജർമാരെ പ്രാപ്തരാക്കുന്നുണ്ട്, ജോലിയിൽ ഹാജരാകാതിരിക്കലും ജോലിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കൊക്കെ കുറക്കാനൊക്കെ സഹായിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് അറിയാത്തവരാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നെയിം ദി പ്രോസസ് ത്രൂ വിച്ച്, ഒരു പ്രക്രിയ വരുന്നുണ്ട്. വിച്ച് ന്യൂ എംപ്ലോയീസ് ആർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഒരു പുതിയൊരു എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വിശദീകരിക്കണം. അപ്പൊ അങ്ങനെ പുതിയൊരു എംപ്ലോയീസിനെ ഓർഗനൈസേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓൺ ബോർഡിംഗ് എന്ന പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ റിസോഴ്സ് that help to new employee understand the role and responsibility of a business. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് പുതിയൊരു എംപ്ലോയീസിനെ കടന്നു വരും. അദ്ദേഹത്തിന് അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ റൂൾസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇംപ്രൂവ് റീടെൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ടോപ്പ് ലെവലായിട്ടുള്ള ടാലന്റ് ആക്കി മാറ്റാൻ കഴിയുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എംപ്ലോയീസിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഗുണങ്ങളായിട്ടാണ് വരുന്നത്, ഓൺ ബോർഡിങ്ങിന്റെ ഗുണങ്ങളാണ്. ഇനി 38ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽ. എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനുകളും അല്ലെ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളത്. അത് 2 ബേസിൽ എഴുതിയ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലും നേച്ചറിന്റെ അടിസ്ഥാനം. അത് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്യങ്ങളാണ്, സെയിൽസ് പ്രൊമോഷൻ തന്നെ വിൽപ്പനാന്തര സേവനങ്ങളൊക്കെയാണ്. അപ്പൊ ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാല് സെയിൽസ് പ്രൊമോഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദി ഇമ്മീഡിയറ്റ് സെയിൽസ് ആണ്, പെട്ടെന്ന് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡ് ഇമേജ് ഓഫ് പ്രൊഡ്യൂസർ അല്ലെ, പ്രൊഡ്യൂസറിന്റെ ഒരു ഇമേജ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക, പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സെയിൽസ് പ്രൊമോഷന്റെ പ്രത്യേകത എന്നാൽ ലിമിറ്റഡ് പീരിയഡ് ആണ്, നോൺ റെക്കറിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് അഡ്വർടൈസിംഗ് തന്നെ റെഗുലർ ആയിട്ടാണ് വരുന്നത്, റെക്കറിംഗ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ 2 പോയിന്റ് എഴുതണം. ഇനി 39ാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് എനി 4 ഒബ്ജക്റ്റീവ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഭാഗത്താണ്, 23ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. ഏകദേശം പേജ് നമ്പർ 219 വരുന്നുണ്ട്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആഗോള അന്താരാഷ്ട്ര സംഘടന WTO. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളാണ്. 1995 ജനുവരി 1 ഇത് സ്ഥാപിച്ചതെന്നാണ്. ഏകദേശം 194 രാജ്യങ്ങളുണ്ട്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം ഉയർത്തുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ലോക വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക, സുസ്ഥിര വികസനം ഉണ്ടാക്കുക എന്നതാണ്. ഇനി ഇത് അറിയാത്തവരാണെങ്കിൽ അതിൽ വേറൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ് ഇൻ 4 പോയിന്റ് ഹൈലൈറ്റ് ദി റോൾ ഓഫ് WTO വേൾഡ് ട്രേഡിംഗ് ഓർഗനൈസേഷന്റെ പങ്ക് എന്തൊക്കെയാന്നുള്ളതാണ്. അന്താരാഷ്ട്ര വ്യാപാരം, അന്താരാഷ്ട്ര സമാധാനം നൽകുക, അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രതിബന്ധങ്ങൾ കുറക്കുക, അതേപോലെ തന്നെ WTOയുടെ കരാറുകൾ വഴി വളരെ മൃദുലവും മുൻകൂട്ടി ആവുന്ന രീതിയിലും അന്താരാഷ്ട്ര വാണിജ്യത്തെയും ബന്ധങ്ങളെ വളർത്തുക, സൗജന്യ വ്യാപാരത്തിലൂടെ വരുമാനത്തെ ഉയർത്തി ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് എന്ത് ചെയ്തത് WTOന്റെ പങ്ക് എന്ന് പറയുന്നത്. 40ാമത്തെ ചോദ്യമാണ്, ഗീവ് ദി മീനിങ് ഓഫ് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എന്തൊക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പേജ് നമ്പർ
20ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. പേജ് നമ്പർ 202 പറയുന്നുണ്ട്. എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ? കാലാവധിയുടെ അടിസ്ഥാനത്തിലാണ് സാധനങ്ങൾ രണ്ടായി തരംതിരിക്കും. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് എന്ത് പറയുന്നത്, ഡ്യൂറബിൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് നശിച്ചു പോകാത്ത ഉൽപ്പന്നങ്ങളാണ്. നോൺ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഉപഭോഗം നടത്താൻ പറ്റുന്ന വിഭവങ്ങളാണ്. അത് പെട്ടെന്ന് കേട് വരുന്ന സാധനം. അപ്പൊ ഡ്യൂറബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ, അതേപോലെ തന്നെ ബിൽഡിംഗ് മെഷീനറി, ഇതൊക്കെ ഡ്യൂറബിൾ ആയിരുന്നു. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ, മാംസം, മത്സ്യം, ഇതൊക്കെയാണ് നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഇതിൽ വരുന്നത്. ഇത് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു മിനിമം ടാഞ്ചിബിൾ ആൻഡ് ടാഞ്ചിബിൾ നമുക്ക് തൊടാനും സ്പർശിക്കാനും കാണാനും ഒക്കെ പറ്റുന്ന സാധനങ്ങളാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. നമുക്ക് തൊടാനും കാണാനും ഫർണിച്ചർ, അതേപോലെ മെഷീനറി, ഇങ്ങനെയുള്ള ഐറ്റം വാഹനങ്ങൾ, ഇതൊക്കെ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് സാധനങ്ങൾ വരുന്നതാണ്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ ടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ നമുക്ക് തൊടാനും സ്പർശിക്കാനും കാണാനും മണക്കാനും ഒന്നും കഴിയാത്തതാണ് ഇൻടാഞ്ചിബിൾ എന്നാണ്. ഗുഡ് വില്ല്, കോപ്പി റൈറ്റ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി നമ്മൾ തുടർന്നുള്ള എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മുടെ SSLC +2 അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പകലോ രാത്രി എപ്പോൾ വേണമെങ്കിലും നമ്മൾ ക്ലാസ് നൽകും. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. ഇനി ആയിരിക്കെങ്കിലും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ, ഓൺലൈനായിട്ട് മൊബൈലിൽ പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.